എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി പീസി ലഡു റെസിപ്പി ആയിട്ടാണ്. ഇത് ഭയങ്കര എളുപ്പമാണ് ചെയ്തെടുക്കാൻ. 3 ഇൻഗ്രീഡിയൻസ് ഇതിനുള്ളൂ. ഒരു ഹെൽത്തിയർ വേർഷൻ ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സാധാരണ ലഡുവിനെക്കാട്ടിലും ഹെൽത്തിയർ വേർഷൻ തന്നെയാണിത്. സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് റൈസ്, പീനട്ട്, പിന്നെ ശർക്കര. നമ്മളിപ്പോൾ ഒരു കടായി സ്റ്റൗവിൽ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഹീറ്റ് ആയി വരുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ റൈസ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ കടായി നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ റൈസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ഗ്ലാസും പിന്നെ കുറച്ചും, അതാണ് ഇതിന്റെ കണക്ക്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത്ര നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ റൈസിന്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ലേ, ആ രീതിയിലേക്ക് വേണം നമ്മളിത് ആക്കിയെടുക്കാൻ. നമ്മുടെ റൈസ് ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പൊ ആദ്യം ഒരു പാൻ വെക്കാം. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് വേണ്ടത്ര ശർക്കര ആഡ് ചെയ്യാം. അപ്പൊ നമുക്കിതില് തിക്കായിട്ടുള്ള ശർക്കര പാനിയല്ല ആവശ്യം. നമുക്കിത് ഇളക്കിയെടുക്കണമല്ലോ, അതായത് നമുക്കിത് കുഴച്ചെടുക്കണം. ലഡുവിന്റെ രീതിയിൽ നമ്മൾ ഉരുട്ടിയെടുക്കണം. അതിന് വേണ്ട രീതിയിൽ കുറച്ച് ലിക്വിഡി ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കാൻ. അപ്പൊ ഞാനിവിടെ ശർക്കര ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഉരുക്കിയെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നമ്മൾ ഇങ്ങനെ ചേർക്കുമ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാവുന്നതാണ്. അപ്പം നന്നായിട്ടൊന്ന് ഉരുകി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ശർക്കര ഇളക്കുന്നതിന്റെ ഇടയിൽ അരി ഇളക്കാൻ മറന്നു പോകരുത്, കാരണം അത് കരിഞ്ഞു പിടിക്കും. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ സ്ലോ കുക്ക്ഡ് ആയിട്ട് നല്ല വൃത്തിയിൽ നമുക്കിത് കിട്ടും, കരിഞ്ഞു പോകാതെ. നമ്മുടെ പാനി ഇവിടെ ഏകദേശമൊക്കെ ആവുന്നുണ്ട്. അപ്പൊ ശർക്കര നമ്മൾ ഇതെന്തായാലും അരിച്ചെടുക്കും. അപ്പൊ അതിലുള്ള തരികളൊക്കെ നമ്മൾ എന്തായാലും കളയും. അപ്പൊ മാക്സിമം എന്തായാലും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് കംപ്ലീറ്റ് മെൽറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തുക. നമ്മളെന്തായാലും ശർക്കര പാനി നന്നായി കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കുക. കാരണം വേറൊന്നുമല്ല, അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ ഇതിലുള്ള ഓവർ വെള്ള അംശം നമുക്ക് കുറച്ച് വറ്റിച്ചെടുക്കണം. അപ്പം കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടി വരും. കാരണം അധികം തിക്കായി പോകരുത്, കാരണം ലഡു ഉരുട്ടി പിടിക്കാനുള്ളതല്ലേ. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അരിച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ശർക്കര ഇളക്കുന്നതിന്റെ ഇടയിൽ അരിയുടെ കാര്യം മറന്നു പോകരുത്. അപ്പൊ ഇവിടെ നമ്മുടെ അരി ഏകദേശമൊക്കെ റെഡി ആവുന്നുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന പീനട്ടും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. പീനട്ട് ഓൾറെഡി റോസ്റ്റ് ചെയ്തതാണ്, പക്ഷെ ഇതിലിട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയും ഒരു ക്രിസ്പിനെസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിയാൽ മതിയാകും, കാരണം ഇത് കരിഞ്ഞു പോകാൻ വീണ്ടും ചാൻസസ് കൂടുതലാണ്. അപ്പം നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ഇവിടെ പുറത്ത് നല്ല മഴയാണ്. അപ്പം മഴ സമയത്ത് ചൂട് കട്ടൻ ചായൻ്റെ കൂടി ലഡു കഴിക്കേണ്ട ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തു എന്തായാലും. അപ്പം ഇത് നന്നായിട്ട് തന്നെ ഇനിയും ഇളക്കി കൊടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പൊ ചൂട് ആറിയതിന് ശേഷം, അതായത് അധികം ആറരുത്, ചെറു ചൂടോടുകൂടി തന്നെ അടിച്ചെടുക്കുക മിക്സിയിൽ. എന്നിട്ട് വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ. നമ്മൾ സാധാരണ പൊടിക്കാൻ ഉപയോഗിക്കുന്ന ജാർ തന്നെ എടുക്കണം. അതിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ. അപ്പൊ നമ്മളിത് പൊടിച്ചെടുത്തു. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഈ ബൗളിലിട്ടിട്ടാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇനി പൊടിയാത്തതോ കട്ട പിടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ നന്നായിട്ടൊന്ന് കൈയും കൊണ്ട് ഉടച്ചു കൊടുക്കുക. കൈ കൊണ്ട് കട്ടയൊക്കെ ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് ആദ്യം കുറച്ച് ഒഴിക്കുക. പിന്നെ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ എന്ന് പറയണ പോലെ കുറച്ചായിട്ട് മെല്ലെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ബാക്കിയുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതും കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഉരുട്ടിയെടുക്കാം. ഞാൻ എന്തായാലും നന്നായി തന്നെ ഇളക്കി കൊടുത്തിട്ട്
ഒരു ചപ്പാത്തി മാവ് നമ്മൾ ആക്കിയില്ലേ, ലാസ്റ്റ് ഒരു ഡോ ആവില്ലേ, ആ ഡോ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്ന് കുറച്ച് എടുത്തിട്ട് വേണം നമുക്ക് എന്താ പറയാ ബോൾസ് ആക്കി എടുക്കാൻ. അപ്പൊ ഞാൻ എൻ്റെ ബോളിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ, അതായത് ലഡു ബോളിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നിങ്ങൾക്ക് ആക്കി എടുക്കാം. അവലോസ് ഉണ്ടയുടെ വലിപ്പത്തിൽ കുറച്ചും കൂടെ വലിപ്പത്തിൽ വേണേ ഉരുട്ടിയെടുക്കാം. അപ്പൊ നമുക്കിതൊരു പാത്രത്തിലേക്ക് എന്തായാലും ഉരുട്ടി വെക്കാം. സാധാരണഗതിയിൽ ഇത് ഉരുട്ടി വെക്കുമ്പോൾ തന്നെ എണ്ണത്തിൽ കുറയാനാണ് ചാൻസ്. കാരണം ഉരുട്ടി വെക്കുമ്പോൾ തന്നെ നമ്മൾ കഴിച്ച് പോയിക്കൊണ്ടിരിക്കും. അത്ര ടേസ്റ്റിയാണ്, അതേപോലെ ഹെൽത്തിയറും കൂടെയാണ്. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കോമെൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഇനി യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. സോ പ്ലീസ് ടു കൺസിഡർ ടു സബ്സ്ക്രൈബ്. എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണം. അപ്പം ഇനിയൊരു വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ഇറ്റ്സ് അഞ്ജന. ബൈ.